ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ LP UP ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു ഇതുവരെ. ലേറ്റായി പോയി എന്നറിയാം. എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞത് ജൂൺ 12-നായിരുന്നു കേട്ടോ. ഈ വർഷം ജൂൺ 12-നായിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചും ഒക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയാണ് ചോദിച്ചത്, എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി വൈകി പോയാലും സാരമില്ല, അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പം ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വരുന്നവരെ സത്യം പറഞ്ഞാൽ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഇൻ്റർവ്യൂ അടുക്കുമ്പോഴേക്കും എല്ലാം സെറ്റാക്കി വെക്കണം. ആ സമയത്ത് ടെൻഷൻ മാക്സിമം കുറഞ്ഞ് ആ ഒരു രീതിയിൽ ഇരിക്കണം എന്നൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാലോ, നമ്മുടെ എക്സാം എന്ന് പറയുന്നത് UPSC നടന്നിട്ടുണ്ടായിരുന്നത് ജൂലൈ 6-നാണ്, അതും 2024. ഇതിപ്പോൾ 2025 ജൂണിലാണ് നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വരുന്നത്. അപ്പം ഏകദേശം ഒരു 1 ഇയർ ഗ്യാപ്പാണ് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ എൻ്റെയൊക്കെ കാര്യം പറയുവാണെങ്കിൽ എക്സാം കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും എന്നെ പഠിച്ചതെല്ലാം അതേപോലെ മറന്നു പോകുന്ന ഒരു മെമ്മറി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് വീണ്ടും പുതിയ നോക്കേണ്ട ഒരു കാര്യമാണ് വരുന്നത്. അപ്പം ഞാൻ എൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടതാണ്. പക്ഷെ ആ രീതിയിലൊന്നും എനിക്ക് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബുക്ക് ഞാൻ ആദ്യം തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഏത് ബുക്കാണ് നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും. PSC LP UP ടീച്ചർ എക്സാം എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ടായിരുന്നു. LP UP ടീച്ചർ എക്സാം. അതെഴുതിയത് ഡോക്ടർ V ബാലകൃഷ്ണൻ സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ സാറിൻ്റെ ഒരു ബുക്കായിരുന്നു LP UP ടീച്ചർ എക്സാം എന്ന് പറയുന്നത്. ആ ബുക്ക് ആദ്യം വാങ്ങുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത്. പക്ഷേ ആ ബുക്ക് എനിക്ക് യൂസ്ഫുൾ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ അത് കാര്യമായി വായിച്ചില്ല. ആ ബുക്കൊക്കെ തീർക്കണം എന്ന് കരുതി തന്നെയാണ് നേരത്തെ ആ ബുക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനൊരു ബുക്കുണ്ട്, മനോരമ പബ്ലിക്കേഷൻ്റെ ആണ്, അതൊന്ന് വാങ്ങി വെക്കാലോ, നമുക്ക് ഇപ്പോഴേ വായിച്ച് തുടങ്ങാലോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് വാങ്ങിയത്. പക്ഷേ എനിക്കത് അത്ര യൂസ്ഫുൾ ആയില്ല കേട്ടോ. അത് എൻ്റെ കാര്യമാണ്. പിന്നെ ഞങ്ങൾക്കൊരു ടെലിഗ്രാം ചാനൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ 1, 2, 3 ഫ്രണ്ട്സ് ഉള്ള ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ടായിരുന്നു. കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ LP ഇൻ്റർവ്യൂ ആദ്യമായതുകൊണ്ട് അവരാണ് കുറച്ചും കൂടി കൂടുതൽ അതിൽ ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു LP എല്ലാം കഴിയണ്ടേ, എന്നിട്ടല്ലേ UPSC ഇൻ്റർവ്യൂ വിളിക്കുള്ളൂ, അപ്പോൾ എനിക്ക് ഇനിയും ടൈം ഉണ്ടല്ലോ, ഇപ്പോഴേ വേണ്ടാന്ന് ഓർത്തിട്ട് അതിലും ഞാൻ വലിയ രീതിയിൽ ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. ഓക്കെ, അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ ഞാൻ ചെയ്ത അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സൈലം എപ്പോഴാണ് ഒരു ഇൻ്റർവ്യൂ ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ സൈലം എപ്പോൾ ഒരു ഇൻ്റർവ്യൂ ബാച്ചിൻ്റെ അനൗൺസ് ചെയ്തോ അപ്പോൾ തന്നെ എന്ത് ചെയ്തു, അതിൽ ജോയിൻ ചെയ്തു. അപ്പം മൻസൂർ സാറിൻ്റെ ഒരു മാക്സിമം പോയ 9 or 10 ക്ലാസ്സുകളെ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അത് ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ബയോഡാറ്റ എങ്ങനെ ഫില്ല് ചെയ്യണം, ഏത് ഭാഗത്ത് നിന്നൊക്കെ നിങ്ങൾ പഠിക്കണം, SCRT ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യണം, പിന്നെ സ്കൂളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി സാറ് പഠിപ്പിച്ച് തന്നിട്ടുള്ള സൈക്കോളജിയിലെ കുറച്ച് പോയിൻറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുറച്ച് ക്ലാസ്സുകളുള്ള ഒരു കോഴ്സായിരുന്നു അത്. അപ്പം സൈലത്തിൻ്റെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തു. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും നോയ്സ് ഉണ്ടാവും കേട്ടോ, അതൊന്ന് ഇഗ്നോർ ചെയ്യണേ. പിന്നെ ഞാൻ അടുത്തൊരു തീരുമാനം എടുത്തത് ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ന്യൂസ് പേപ്പർ വായിച്ചിട്ട് പോയിൻറ്റ്സ് ഒക്കെ എഴുതി പോകണം, കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്ത് പോകണം എന്നുള്ളത് വേറൊരു ഉറച്ച തീരുമാനമായിരുന്നു. അതും സത്യം പറഞ്ഞാൽ നടന്നില്ല. അപ്പോൾ ഞാൻ വലിയ രീതിയിൽ ഇതൊന്നും നടന്നില്ല എന്ന് പറയാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. അത് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യമാണ്. UPSC ഇൻ്റർവ്യൂ ഇനിയും സമയമുണ്ടല്ലോ, നമുക്ക് അപ്പോഴേക്ക് പഠിക്കാം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും കാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പോൾ എക്സാം കഴിഞ്ഞ ഉടനെ സത്യം പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആവുകയാണല്ലോ, എക്സാം കഴിഞ്ഞല്ലോ എന്നുള്ള ആ ഒരു ഫ്രീ മൈൻഡിൽ ഞാൻ ഇതും കാര്യമായിട്ട് നോക്കിയില്ല. കാരണം ഇതൊക്കെ ചെയ്തു വെച്ചു. ബാച്ചിൽ ജോയിൻ ചെയ്തു, ബുക്ക് വാങ്ങിച്ചു, എല്ലാം ചെയ്തു. അങ്ങനെ പ്രിപ്പറേഷനൊക്കെ സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ വെള്ളത്തിലായിപ്പോയി. അതും കൂടാതെ എക്സാം കഴിഞ്ഞ് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ കമ്പൈൻ സ്റ്റഡി ചെയ്തിട്ടുണ്ടായി. അതും ഒരു 4 ദിവസം SCRT പഠിച്ച് തുടങ്ങാം നമുക്കിപ്പോഴേ, എന്നാൽ ഇൻ്റർവ്യൂ ആകുമ്പോഴേക്ക് നമ്മളൊരു ലെവലിൽ എത്തുമല്ലോ എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ അതും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതും അപ്പോൾ അവിടെ തന്നെ സ്റ്റോപ്പായിപ്പോയി. പിന്നെ അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നതിന് ശേഷമാണ് ആ ഒരു 10-12 ദിവസമാണ് ഞാൻ സത്യം പറഞ്ഞാൽ പഠിച്ചത്.
ഓക്കെ, എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഡേറ്റ് വന്നതിന് ശേഷമായിരുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇനി ഇൻ്റർവ്യൂ ഉള്ളവരോടാണ് ഞാൻ പറയുന്നത്. ഇനി എന്താ ചെയ്യുക, ഇൻ്റർവ്യൂ ഡേറ്റ് ഇനിയിപ്പോൾ കുറച്ച് ഈ മാസം കൂടിയല്ലേ ഇൻ്റർവ്യൂ ഉള്ളൂ. അപ്പോൾ എന്താണ്, ഇപ്പോൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കേണ്ടതായിരിക്കും. കാരണം ഇപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നതിനനുസരിച്ച് ഗ്രൂപ്പുകളിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള രീതികളൊക്കെ ഏകദേശം മനസ്സിലായി കാണും. അപ്പോൾ ആ രീതിയിൽ തന്നെ ആയിരിക്കും എല്ലാവരും ഇപ്പോൾ പഠിക്കുന്നുണ്ടാവുക. അപ്പം നിങ്ങളോട് പറയാനുള്ളത് എന്താണ്, പഠനം ലാഗാക്കണ്ട. എന്താണെങ്കിലും എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നോ അവിടെ നിന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ ആ കുറഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. എഗെയിൻ എന്ത് തന്നെയാണ്, നമ്മളെ ബാച്ച് അവിടെ ഓൾറെഡി ഉണ്ടല്ലോ. നമ്മുടെ സൈലം ക്ലാസ്സസ് റെക്കോർഡഡ് അവിടെ ഉണ്ടായിരുന്നു. ഒരു മാക്സിമം 10 ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് യൂസ്ഫുൾ ആയിരുന്നു. അങ്ങനെ സൈലം ക്ലാസ്സസ് എല്ലാം കണ്ടിട്ട് എൻ്റേതായിട്ടുള്ള ഒരു കുഞ്ഞു നോട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചു. ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ തലേന്നും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു കുഞ്ഞു നോട്ട് ഉണ്ടാക്കി വെച്ചു. പിന്നെ യൂട്യൂബ് ചാനലുകളിലൊക്കെ അത്യാവശ്യം നല്ല ക്ലാസ്സുകളുണ്ടായിരുന്നു. അതിലൊരു ക്ലാസ്സാണ് യുണീക്ക് അക്കാദമി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്നും ഞാൻ കുറച്ച് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വേറൊരു ചാനൽ ഉണ്ടായിരുന്നു, അനൂജാസ് ടീച്ചിങ് ആസ്പിരൻസ് അനൂജാസ് ടീച്ചിങ് ആസ്പിരൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനൽ. ഈ 2 യൂട്യൂബ് ചാനൽസും പിന്നെ സൈലം ക്ലാസ്സസും പിന്നെ അത്യാവശ്യം ന്യൂസ് പേപ്പറൊക്കെ ഒന്ന് വായിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് രാവിലെ വരെയുള്ള ന്യൂസ് പേപ്പറും വായിച്ചിട്ടാണ് ഞാൻ പോയത്. ഓക്കെ, പിന്നെയും എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ കമ്പൈൻ സ്റ്റഡി നടത്തി. ആ ഒരു കുറഞ്ഞ ഒരു 4-5 ദിവസങ്ങളിൽ ഞങ്ങൾ 2 പേരും കൂടി അത്യാവശ്യം എല്ലാ പോയിൻറ്റ്സും ഇരുന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ എക്സാം അടുത്ത സമയത്ത് നിങ്ങൾ വീഡിയോ എവിടെയെങ്കിലും കട്ടായി പോയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. ബാക്കിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് വരുന്നതുകൊണ്ട് ഞാൻ പോസ് ചെയ്ത് പോകുന്നതാണ്. അപ്പം ഇത്രയൊക്കെയായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നത്. ഇനി ആ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ, സ്വാഭാവികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഓവർ ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര കൂളാണ്. നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമല്ലോ. നമ്മൾ ഇന്ന രീതിയിലേ വരുള്ളൂ, എൻ്റെ ഇൻ്റർവ്യൂ നല്ലതായിരിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചിട്ട് അങ്ങോട്ട് പോവുക ചെയ്തത്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ ദിവസം എൻ്റെ കൂടെ കമ്പൈൻ സ്റ്റഡി ചെയ്ത ഫ്രണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ടിൻ്റെ ഒപ്പമാണ് ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ അന്നും പോയത്. എനിക്ക് റിപ്പോർട്ടിംഗ് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത് വളരെ നേരത്തെയായിരുന്നു. 8 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ 8 മണിയാകുമ്പോൾ നമ്മൾ കറക്റ്റ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കണം. പിന്നെ വേഗം തന്നെ നമുക്ക് ഇൻ്റർവ്യൂ തുടങ്ങുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാനൊരു 6-മത്തെയോ 7-മത്തെ ആളെങ്ങാണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. എന്തായാലും വേഗം കഴിഞ്ഞിട്ടുണ്ട്. ഒരു 9:30 ആകുമ്പോഴേക്കും തന്നെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. മാക്സിമം ഒരു 15 മിനിറ്റൊക്കെയാണ് ഓരോരുത്തർക്ക് ഇൻ്റർവ്യൂ ടൈം എടുക്കുന്നത് കേട്ടോ. ആ ഒരു കറക്റ്റ് ടൈം അവർ പാലിച്ചിട്ട് തന്നെയാണ് ഓരോരുത്തരെ വിളിക്കുന്നത്. പിന്നെ ഒരാളെ വിളിച്ചാൽ വേഗം അടുത്ത ആളുകളെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എത്രയും നേരത്തെ ആ ഒരു സ്ഥലത്ത് എത്താൻ നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. 8 മണിയാണ് റിപ്പോർട്ടിംഗ് ടൈമെങ്കിൽ നേരത്തെ ആണല്ലോ. ദൂരെ നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ട് ആ ഒരു സമയം കണക്കാക്കി നമ്മൾ മുന്നേ ഇറങ്ങാൻ വേണ്ടി നോക്കാം. അപ്പോൾ 8 മണിക്ക് ഞാൻ അവിടെ എത്തിയപ്പോഴും ഒരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ഥലങ്ങളിലായിട്ട് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. 2 സ്ഥലത്ത് ഒരേ സമയം ഇൻ്റർവ്യൂ നടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്ത സ്ഥലം മാറിപ്പോയി. പിന്നെ അവിടെ നിന്ന് ഓടി അടുത്ത സ്ഥലത്ത് എത്തുമ്പോഴേക്കും ശരിക്കും അങ്ങനത്തെ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. എനിക്ക് ആ ഇൻ്റർവ്യൂ മെമ്മോയിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് എവിടെ വെച്ചാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. എന്താ അറിയില്ല, അത് അങ്ങനെ നോക്കിയില്ല. നമ്മൾ എത്തിയ സ്ഥലം കറക്റ്റാണെന്ന് വിചാരിച്ചാൽ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 8 മണിയാകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലം തെറ്റായ സ്ഥലമാണ്. അങ്ങനെ എത്രയും പെട്ടെന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് ഓടി, അപ്പോഴേക്കും കറക്റ്റ് സമയമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും അവരെ കാണിക്കും. നമ്മുടെ ബയോഡേറ്റയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അവരാദ്യം പറഞ്ഞുതരും. നമ്മളത് ആദ്യം കാണിക്കുന്ന സമയത്തെ. അങ്ങനെ അവിടെ ഒരു കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ടായിരുന്നു. അത് അവിടെ നിന്ന് തന്നെ എഴുതി. പിന്നെ നമ്മളോട് വേഗം അവിടെ നിരന്നിരിക്കാൻ പറയും. നമ്മുടെ ആ ഒരു ഓർഡറിൽ ഇരിക്കാൻ പറയും. നമുക്ക് നമ്പർ ഉണ്ടാവുമല്ലോ, ഒരു സീരിയൽ നമ്പർ നമ്മുടെ ഇൻ്റർവ്യൂ മെമ്മോയിൽ ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മളോട് ഇരിക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളോട് ബാഗും നമ്മുടെ വെള്ളക്കുപ്പി, ഫോണ്, എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കാൻ വേണ്ടി പറയും. ഈ ഫയലും ഒരു പെന്നും കയ്യിൽ വെച്ച് മാത്രം അവിടെ ഇരിക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ നമ്മളിങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി പോകുന്നവരെ മുഖത്തേക്ക് നോക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക.
കാരണം അവരുടെ മുഖം ഇതുപോലെയൊക്കെ ഇരിക്കുന്നതെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പിന്നെ പറയണ്ട. അയ്യോ, ഇൻ്റർവ്യൂ പാനലിലുള്ളവർ എന്തൊക്കെയോ ആണ് ചോദിക്കുന്നത്, എൻ്റെ കാര്യം കട്ടപ്പുക എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കാനുള്ള സമയം നമുക്ക് അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെയൊന്നും നോക്കാണ്ടിരിക്കുക. പിന്നെ അടുത്തിരിക്കുന്ന ആളുകളോട് നീ അത് പഠിച്ചോ, ഇത് പഠിച്ചോ, ഈ ഭാഗം ഞാൻ നോക്കിയിട്ടില്ല, അത് വരുമോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാതെയും വേറെ വിശേഷങ്ങളൊന്നും ചോദിക്കാണ്ട് ഇരിക്കുന്നതാണ് നല്ലത്. സമാധാനപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം കേട്ടോ. അല്ലാതെ ചില കാര്യം ഇപ്പോൾ ഒരു കുട്ടി നമ്മളെടുത്ത് ചോദിക്കുകയാണ് നീ അത് പഠിച്ചായിരുന്നോ, അപ്പം നമ്മൾ ചിലപ്പോൾ അത് പഠിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ബാക്കി സമയത്ത് നമ്മൾ അതുതന്നെയായിരിക്കും ചിലപ്പം ചിന്തിക്കുക, അയ്യോ ആ കുട്ടി ചോദിച്ചത് എനിക്ക് പറയാൻ കഴിഞ്ഞില്ലല്ലോ, ഇതേപോലെ അവിടുന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, ഇനി നോക്കാനാണെങ്കിൽ കയ്യിൽ ബുക്കും ഇല്ല ഫോണും ഇല്ല. അങ്ങനെ പിന്നെ നമ്മുടെ മൈൻഡ് ആകെ കുളവും. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ബോധപൂർവ്വം മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ. അതുകൊണ്ട് അങ്ങനെ കൂളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ടേൺ വരുന്ന സമയത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓവറോൾ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മുടെ ബോഡി പോസ്ചർ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് കരുതി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് പോകരുത്. റിപ്പോർട്ടിംഗ് ടൈമിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇൻ്റർവ്യൂ പാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 ആളുകളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. 3 ആളുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നടുവിലിരിക്കുന്ന ഒരു മാം, അവരുടെ മുഖം തന്നെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആയിരുന്നു. നമ്മളെ കൂളാക്കുന്ന രീതിയിലാണ് ഈ 3 പാനലിലുള്ള 3 ആളുകളും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഡിസ്റ്റർബ്ഡ് ആക്കാൻ, നമ്മളെ ടെൻഷൻ ആക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും അങ്ങനെ ആ രീതിയിലല്ല അവർ ചോദിക്കുന്നത്. നല്ല ഒരു നമുക്ക് ഉത്തരം പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരുന്ന രീതിയിൽ തന്നെയാണ് അവരുടെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ പാനലിൽ കേട്ടോ. അപ്പോൾ അവരാദ്യം തന്നെ എൻ്റെ ബയോഡാറ്റ നോക്കി, നമ്മളവർ ഇരിക്കാൻ പറഞ്ഞ ശേഷമാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മളെ ബയോഡാറ്റ ഇങ്ങനെ നോക്കും. അപ്പോൾ എൻ്റെ നാടിൻ്റെ പേര് കേട്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് ഈ നാടിന് ഈ പേര് വന്നത്, അതായത് അതിൻ്റെ ഒരു ഹിസ്റ്ററി. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് അത് വന്നതുകൊണ്ട് തന്നെ എനിക്കത് നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് തരുന്നത് ഒരു എനർജിയാണ്. കാരണം നമുക്ക് അറിയുന്ന ഒരു ചോദ്യം തന്നെ ആദ്യം ചോദിച്ചല്ലോ എന്നുള്ള ഒരു ഇതില്ലേ, അതാണ് എനിക്ക് അടുത്തടുത്ത ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി തന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നതെങ്കിൽ പിന്നെ കഴിഞ്ഞില്ലേ. എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. ആദ്യം തന്നെ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോയി, എൻ്റെ എല്ലാം പോയി, ഫസ്റ്റ് ഇമ്പ്രഷനൊക്കെ പോയി, അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡ് വന്നേനെ. ഇതാദ്യം ചോദിച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായി പറയാൻ പറ്റിയതുകൊണ്ടും ബാക്കിയുള്ള ചോദ്യങ്ങളിലൊക്കെ ഞാൻ ആ ഒരു കോൺഫിഡൻസ് ലെവലോട് കൂടിയാണ് ഫേസ് ചെയ്തത്. പിന്നെ അങ്ങോട്ട് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. ഈ ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കോൺഫിഡൻസാണ് ബാക്കി എല്ലാത്തിനും എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചത് ആ PG ഉണ്ടല്ലോ, അപ്പോൾ PGക്ക് ചെയ്ത പ്രൊജക്റ്റിനെ പറ്റി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് പിന്നെ ചോദിച്ചത്. പിന്നെ എൻ്റെ അടുത്ത് അതേ മാം തന്നെ നമ്മുടെ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അതായത് ന്യൂട്ടൻ്റെ 3rd ലോ ആണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പം 3rd ലോ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അത് എന്താണെന്നും അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, ഒരു ഹൈ ലെവൽ ആപ്ലിക്കേഷൻ എന്താണ് എന്നുള്ളത് ചോദിച്ചു. പിന്നെ കുറച്ച് ഇഷ്ടപ്പെട്ട ഫിസിക്സിലെ ലോ ഏതൊക്കെയാണെന്ന് ചോദിക്കേണ്ടായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സാറാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. സാറ് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. ലേണിംഗ് ഡിസബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു. പിന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ സാറ് ചോദിച്ചത് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ ഒരു ചോദ്യം മാത്രമേ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൂ. സ്കൂളിൽ ഒരു കുട്ടി വീണ് കാര്യമായ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസേ എനിക്ക് ചോദിച്ചിട്ടുള്ളൂ. അപ്പം ഒന്നും എന്നെ അങ്ങനെ വലിയ രീതിയിൽ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ അവർ ചോദിച്ചിട്ടില്ല. എന്നാലും ഞാൻ പറഞ്ഞ ഉത്തരങ്ങൾ 100% നല്ല രീതിയിലായിരുന്നോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ് ബാക്കിയുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഇതെനിക്ക് ഉണ്ടാക്കി എടുക്കാൻ കഴിഞ്ഞത്.
അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ആദ്യം അത് കേൾക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. ചിലരുണ്ടാവും, അയ്യോ എന്നോട് ഇനി എന്തൊക്കെയാണ് ചോദിക്കുക, എന്ത് ചോദിച്ചാലും എനിക്ക് പറയാൻ അറിയില്ലല്ലോ, എനിക്ക് പേടിയാണല്ലോ, ടെൻഷനാണല്ലോ. നമുക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ. നമുക്ക് എന്തൊക്കെ അറിഞ്ഞാലും വേറൊരാൾ ചോദിക്കുമ്പോൾ പറയാൻ കിട്ടാത്തൊരവസ്ഥ. അത് എൻ്റെ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ വരെ അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ 1ഉം 2ഉം കൂട്ടിയാൽ 3ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഇൻ്റർവ്യൂ പാനലിൽ ഇരിക്കുന്ന ഒരാൾ ചോദിച്ചാൽ ചിലപ്പോൾ എനിക്കത് ഉത്തരം പറയാൻ കഴിയില്ല. എത്ര അറിയുന്ന കാര്യമാണെങ്കിലും നമുക്കത് പറയാൻ ചിലപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞെന്ന് വരില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് ആ ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ട് എടുക്കുക. അതായത് വൃത്തിയിൽ അത് കേൾക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് ഒരു ശ്വാസം എടുത്തതിന് ശേഷം ഏത് രീതിയിൽ ഉത്തരം പറയണം എന്നുള്ളത് നമ്മുടെ മൈൻഡ് തന്നെ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, കൂളായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ മുഖത്തുള്ള വെപ്രാളം, ടെൻഷൻ, വാക്കുകൾ ഇങ്ങനെ തപ്പിത്തടയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി എന്തോ അറിയാത്ത കാര്യമാണെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയുക. അതിനൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ കൂളായിട്ട് ഫേസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഇത്രയൊക്കെയാണ് എന്നോട് ചോദിച്ചത്. ഇതായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് കേട്ടോ.